മാസ് മീഡിയ വിഷൻ. ജനുവരി മാസത്തിലെ ധനസഹായ ചാരിറ്റിയുമായി ഞങ്ങൾ പൂവാറ് ചെക്കടിയിലുള്ള സ്ഥലത്താണുള്ളത്. ആ സ്ഥലത്ത് സുമതി ചേച്ചിയുടെ വീട്ടിലാണ്. സുമതി ചേച്ചിയുടെ വീടും പരിസരവുമാണ്. അവർക്ക് വേറെ ആരുമില്ല. അവർക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ മാത്രമാണ് അവർക്ക് ആകെയുള്ള ആശ്രയം. ഭർത്താവോ കല്യാണം കഴിച്ചിട്ടില്ല. ഭർത്താവോ മക്കളോ അങ്ങനെ ആരുമില്ല. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അവരുടെ കുടുംബ വീടാണ്. കുടുംബ വീട്ടിലാണ് അവരുള്ളത്. അവരുടെ രോഗവിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിന്ന് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും, എൻ്റെ പേര് സുജാത്, കൂടാതെ ശശികല മാഡം, ജോൺ സാറ്, ഞങ്ങൾ 3 പേര് സുമതി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളവിടെയാണുള്ളത്. അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായമായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹത്തിനാൽ കുടുംബാംഗങ്ങളെ, ഇത് നമ്മൾ നിൽക്കുന്നത് ചെക്കടി എന്ന സ്ഥലത്താണ്. നമ്മളിവിടെ സുമതി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിലാണ്. 68 വയസ്സായ സുമതി അമ്മയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് അപേക്ഷ തന്നത് നമ്മുടെ ഫോൺ നമ്പർ ഇതേ കൊച്ചാണ്. അതിൻ്റെ അടുത്ത് ആരോ പറഞ്ഞറിഞ്ഞാണ് ഞങ്ങൾക്ക് അപേക്ഷ വന്നത്. അപ്പോൾ ഫോട്ടോയൊക്കെ അയച്ചു തന്നു. ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോൾ ദയനീയമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഈ അമ്മയാണ്, ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത ട്യൂബ് ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, പിന്നെ നോക്കാൻ ആരുമില്ല. ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് എന്താ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അമ്മ ഇരിക്കുകയാണ്. 50,000 രൂപയ്ക്ക് വാങ്ങും. ഒരു സർജറിക്ക് ഒരു മിഷ്യൻ കൊണ്ടുവരുമ്പോഴെന്നാണ് പറയുന്നത്. മിഷ്യൻ വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് 50,000 രൂപയും പിന്നെ സർജറി ചിലവും ഒക്കെ വേണം. അപ്പം അതിന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് വേറെ ആരും കൊടുക്കാനോ, വീടൊക്കെ കണ്ട അവർ ബന്ധുവിൻ്റെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒറ്റയ്ക്കല്ല അമ്മ താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ചെറിയ ഒരു സഹായമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ബാലരാമപുരത്ത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വന്നതാണ്. ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്, ഇത് സെക്രട്ടറി, ഇത് ട്രഷറർ. ഞങ്ങൾ 3 പേരാണ് വന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹത്തലത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു സഹായമാണ് ഇപ്പം നമുക്ക് കൊണ്ടുവന്നത്. ഒരു 10,000 രൂപയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും ആവില്ല എന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. പക്ഷെ ഞങ്ങൾ പുറത്ത് പിരിവെന്നുള്ളതല്ല, നമ്മുടെ കയ്യിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് 89ാമത്തെ ചാരിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ഫണ്ടുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, ചികിത്സാ സഹായമായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു നല്ല വിഷമവും വല്ലാത്തൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങളെ കൊണ്ടും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഘടനയായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് ബാക്കി ഒരു മിഷൻ്റെ ഫണ്ടെങ്കിലും ആവുമല്ലോ. നമുക്കിപ്പോൾ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. കരയണ്ടമ്മ, എല്ലാം ശരിയാവും. നമ്മളിപ്പോൾ ഇതാണ്ട ഈ കൊച്ചൊരു അപേക്ഷ ആരോ ഫോൺ നമ്പർ കൊടുത്ത് വിളിച്ചാണ് ഞാൻ അറിഞ്ഞ് വന്നത്. ഇതേപോലെ ആരെങ്കിലുമൊക്കെ സഹായങ്ങളുമായിട്ട് വരും. അപ്പം നമ്മളിതിപ്പോൾ ഇതിടുമ്പോൾ കാണുന്നവരും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ അമ്മയ്ക്ക് അയച്ചു തരും, വരെയൊക്കെ ചെയ്യും കേട്ടോ. വിഷമിക്കേണ്ട, ദൈവം നമുക്കൊന്ന് കാണാതെ വേറെ ഒന്നും വരുത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. 2 മാസത്തിനകം ചെയ്യണമെന്ന് പറഞ്ഞു. 2 മാസത്തിനകത്ത് അതിൻ്റെ കാലാവധി കഴിയും. അതൊക്കെ ഇട്ടിട്ട് ഇത് പ്ലാസ്റ്റിക്കിലുള്ളതാണ് വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ സ്നേഹത്തിൻ്റെ ഫണ്ടായ ഈ 10,000 രൂപ അമ്മയ്ക്ക് കൈമാറും. ഞങ്ങൾ ചെക്കല്ല, ക്യാഷായിട്ടാണ് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് പോയി എടുക്കാൻ നമ്മൾ സാധാരണ ചെക്കാണ് കൊടുക്കുന്നത്. ഇപ്പോഴും പോകാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അതിനെ മാറ്റി, അതാണ് ലേറ്റായത്. ഇത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്.